ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും നാറിയൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായി. ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിക്കും തോന്നുന്നുണ്ടോ? പിന്നെ പിടിക്കുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം നിസ്സാര വോട്ടില്ല തോറ്റിട്ട്. പിന്നെ BJPക്ക് ഓരോ വോട്ട് പിടിക്കും. BJPക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്തവണ. സംശയമുണ്ടോ ശോഭാജി? പിണറായി ചിരി വരിക എങ്ങനെ പറയാൻ പറ്റണം? പിണറായിയുടെ പേര് പറയാൻ എല്ലാവർക്കും പാർട്ടിക്കാർക്ക് വരെ നടക്കണം. അഴിമതി ഭരണത്തിനും അക്രമ ഭരണത്തിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്ന ഒരാളാണ് കേരളത്തിലെ ശോഭാജി. ശോഭക്ക് വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശോഭാ സുരേന്ദ്രൻ ചെയ്യും. ഇപ്പോൾ ഞങ്ങളുടെ നോട്ടത്തിൽ ശോഭാ സുരേന്ദ്രനാണ് ഇവിടെ മുന്നിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2-3 മണ്ഡലങ്ങൾ വളരെയധികം ശക്തമായ മത്സരമാണ് നടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തൃശ്ശൂർ, തിരുവനന്തപുരം, മൂന്നാമത് ഇപ്പോൾ വന്നിരിക്കുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴയ്ക്ക് ഇത്ര പ്രാധാന്യം വരുന്നതിന് കാരണം എന്താണ്? കഴിഞ്ഞ തവണ അവിടെ LDFൻ്റെ CPM സ്ഥാനാർത്ഥി ആരിഫാണ് വിജയിച്ചിരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ നിന്ന സമയത്തുള്ള അപ്പം തന്നെ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലും പാർലമെൻറ്റ് മണ്ഡലത്തിലും വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചിട്ടുള്ള ആളാണ്. AICC സെക്രട്ടറിയായ അദ്ദേഹം ഇവിടെ മത്സരിക്കാനെത്തുമ്പോൾ അദ്ദേഹം വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് വന്നത്. എന്നാൽ ഇപ്പോൾ അതിനൊരു വലിയ മാറ്റം വന്നിരിക്കുന്നു. അവിടെ ശോഭാ സുരേന്ദ്രൻ കത്തിപ്പടരുകയാണ്. കേരളത്തിലെ തീപ്പരി വനിതാ പ്രാസംഗികയായ BJP സ്ഥാനാർത്ഥി എവിടെയൊക്കെ മത്സരം നിന്നുണ്ടോ അവിടെയെല്ലാം കത്തിപ്പടർന്നിട്ടുണ്ട്. അവിടെയെല്ലാം വലിയ വോട്ടുകൾ അവർ നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലെത്തിയതോടുകൂടി അവർ പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. ഞങ്ങൾ ആദ്യം ഈ ശോഭാ സുരേന്ദ്രൻ വന്ന സന്ദർഭത്തിൽ ആലപ്പുഴയുടെ വിവിധ മണ്ഡലങ്ങളിൽ ഞങ്ങൾ സർവേ നടത്തുകയുണ്ടായി. ആദ്യത്തെ സർവേ ആരൂരായിരുന്നു നടത്തിയിരുന്നത്. ആരൂരിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേര് പോലും പറയാൻ പലരും മടിച്ചിരുന്നു. പിന്നീട് അത് ഘട്ടം ഘട്ടമായി മാറി. ഇപ്പോൾ എവിടെ നോക്കിയാലും ശോഭാ സുരേന്ദ്രൻ്റെ പേര് ആദ്യം പറയുന്നു എന്നുള്ളതാണ് സത്യം. ഞങ്ങളിപ്പോൾ നടത്തിയിട്ടുള്ള ഒരു സർവേ, ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയുള്ള സർവേയിൽ നിന്ന് കിട്ടുന്ന വിവരം ശോഭാ സുരേന്ദ്രൻ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പോരാടുന്നു എന്നുള്ളത് തന്നെയാണ്. കായംകുളത്താണ് അവർക്ക് ഏറ്റവും ശക്തമായ പിന്തുണയുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ ആലപ്പുഴയിലാണ് അവർക്ക് രണ്ടാമത് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത്. മൂന്നാമത് കരുനാഗപ്പള്ളിയിലാണ്. അതായത് കരുനാഗപ്പള്ളി, കായംകുളം, ഹരിപ്പാട്, ആലപ്പുഴ, അമ്പലപ്പുഴ കൂടാതെ ചേർത്തലയും അരൂരും അടങ്ങുന്ന 7 മണ്ഡലങ്ങളാണ് ആലപ്പുഴ നിയോജക പാർലമെൻറ്റിലുള്ളത്. ഇതിൽ എല്ലാ മേഖലകളിലും അവർ കടന്നു കയറിയിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ അവർക്ക് വോട്ട് കിട്ടില്ല എന്നുള്ള ഒരു പ്രചരണമായിരുന്നു ആദ്യം വന്നിരുന്നെങ്കിൽ പിന്നീട് അത് മാറുകയുണ്ടായി. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ശോഭാ സുരേന്ദ്രൻ്റെ ഒരു മുന്നേറ്റം, വലിയ മുന്നേറ്റമാണ് അവർ കാഴ്ചവെക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. അവർ വിജയിക്കുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ മുന്നേറ്റം അവർക്ക് വലിയ വിജയസാധ്യത തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും. KC വേണുഗോപാലും അതേപോലെ ആരിഫുമാണ് മത്സരിക്കുന്നതെങ്കിലും ഇവരെയെല്ലാം കടത്തിവെട്ടുന്ന ജനങ്ങളുടെ പിന്തുണ വരുന്നത് അവർക്ക് വന്നിട്ടുള്ള ധാരാളം അവരുടെ പ്രസംഗങ്ങളാണ്. ആ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരാൾ തീർച്ചയായും അവർക്ക് വോട്ട് ചെയ്തു പോകും. അവരുടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്ത ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവരിലേക്ക് ആകർഷിക്കപ്പെടും. അവരൊക്കെ വ്യക്തിപരമായ ആളുകൾ ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. പ്രത്യേകിച്ചും അവർ പിണറായി വിജയനെതിരെ പച്ചയ്ക്കാണ് വെല്ലുവിളിക്കുന്നത്. യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ വെല്ലുവിളിക്കുക മാത്രമല്ല, പിണറായി വിജയൻ ഈ കുടുംബവും അറസ്റ്റിലാകുമെന്ന് അവർ തീർത്ത് പറയുന്നു. ഇന്നല്ല നാളെ അവർ അറസ്റ്റിലാകും, അവർ ജയിലിലെത്തും എന്ന് കൃത്യമായിട്ട് അവർ കണക്കുതിരിച്ച് പറയുകയാണ്. ഇത്രയും കാലം പലരും അവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇനി അത് പ്രതീക്ഷിക്കണ്ട. ആലപ്പുഴ ജില്ലയിലെ പാവപ്പെട്ട കർഷകരും പാവപ്പെട്ട കയർത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും അവർ ഉന്നമിടുന്നു. ആ ഉന്നമിടുന്നത് കൃത്യമായിട്ട് അവർക്ക് സാധാരണ സ്ത്രീകളുടെ വോട്ട് അവർക്ക് നേടിയെടുക്കാവുന്ന സിറ്റുവേഷനിലേക്ക് മാറുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും അവിടെ ഉണ്ടായിട്ടുള്ള സർവേ ഒന്ന് നമുക്ക് പൂർണ്ണമായി കേൾക്കാം. ആലപ്പുഴ ഇത്തവണ ആര് ജയിക്കും ചേട്ടാ? ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ തന്നെ ഏറെക്കുറെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ശോഭാ സുരേന്ദ്രനാണ് നമ്മളൊരു മുൻതൂക്കം കാണുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒരു വലിയ ട്രെൻഡ് അപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ പ്രവർത്തനത്തിലൂടെ, അവരുടെ ജനങ്ങളുടെ ബോധവൽക്കരണത്തിലൂടെ, ജനങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ആ ബോധവൽക്കരണത്തിലൂടെയും ജനങ്ങളിൽ പല അഭിപ്രായങ്ങളും അവരുടെ പ്രസൻറ്റിലൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെയാണോ വരുന്നത്? ശക്തമായ ത്രികോണ മത്സരമാണ്. അപ്പോൾ BJP ഇവിടെ വോട്ട് പിടിക്കും എന്നാണോ ചേട്ടൻ പറയുന്നത്? അതെ തോന്നുന്നു.
തോണ അങ്ങനെയാണ് കാണുന്നത് സംസാരം. അത് ശോഭാ സുരേന്ദ്രൻ്റെ വരവാണോ അതിന് കാരണം? അതെ അതെ. കേന്ദ്രത്തിൽ എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? കേന്ദ്രത്തിൽ ഇപ്പോഴത്തെ ഇതനുസരിച്ച് BJP സർക്കാർ വരുമെന്നുള്ളതാണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഒരു BJP കാൻഡിഡേറ്റ് തന്നെ വിടണം എന്നാണ് ചേട്ടൻ പറയുന്നത്. അങ്ങനെ ഞാൻ പറയുന്നതല്ല, ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ് കാണുന്നത്. ആലപ്പുഴയിൽ പോകുന്നത്. അതെ അതെ. ഓക്കെ. അപ്പോൾ താങ്ക് യു ചേട്ടാ. പാർലമെന്റിലേക്ക് KC പോലെ ആയിരിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് അത്ര ഉറപ്പിൽ പറയാം? ഒറ്റ പറഞ്ഞാൽ ഉള്ളി ഉള്ള കഴിവുള്ളൊരു നേതാവാണ് അയാൾ. ഈ പറഞ്ഞ ആളെ ഞാനിതുവരെ കണ്ടിട്ടില്ല ഇവിടെ. ആരിഫ് ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ ഈ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്. അതാ എൻ്റെ വീട്, ഇത് തൊട്ടുകൊടക്കാണ്. അതാണ് KC പോലെ മൂന്നാം സ്ഥാനത്ത് പോകും ഇയാൾ. ആ, ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിക്കും തോന്നുന്നുണ്ടോ? പിന്നെ പിടിക്കുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം നിസ്സാര വോട്ടില്ല തോറ്റിട്ട്. ശോഭാ സുരേന്ദ്രന് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടോ? ശോഭാ സുരേന്ദ്രന് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടോ? ഇവിടുന്ന് കുറേ പേര് ഇപ്പം BJPയിലേക്ക് പോയിട്ടുണ്ട്. ആ, അപ്പോൾ എല്ലാം CPMകാരും കോൺഗ്രസ് എന്നൊക്കെ പോയിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ജയിക്കാൻ സാധ്യത KC തന്നെ. ആലപ്പുഴ ഈ LDFും UDFും ഏതാണ്ട് കട്ടക്കട്ടയാണ് നിൽക്കുന്നത്. പിന്നെ ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ കൊള്ളാമെന്ന് വ്യക്തിപരമായിട്ട് എൻ്റെ കൂട്ടുകാരൻ ഇന്ന് വിളിച്ച് ഇടുക്കിയിലുള്ള പറയണമല്ലോ. അവന് പറഞ്ഞ്, എടാ ഞങ്ങളുടെ പെങ്കൊച്ചു അവിടെ നിൽപ്പുണ്ട്, ആരാന്ന് ചോദിച്ചു. ശോഭാ സുരേന്ദ്രൻ. ഞാൻ എൻ്റെ ചിന്താഗതി അതല്ല, പിന്നെ നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഈ ശോഭാ സുരേന്ദ്രന് അങ്ങനെ ഒരു താല്പര്യം വരാൻ കാരണം എന്താണ്? ശോഭാ സുരേന്ദ്രൻ താല്പര്യം കാണും. ഞാൻ സർക്കാർ ജീവനക്കാരനായിരുന്നു, എറണാകുളത്ത് IREയിലായിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ച് പറഞ്ഞ്, എടാ നീ ഏത് രാഷ്ട്രീയക്കാരനുമാകട്ടെ ശോഭാ സുരേന്ദ്രനൊരു വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, തീർത്ത് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇലക്ഷൻ്റെ അടുത്ത് വരുമ്പോൾ തീരുമാനിക്കാം. ശോഭാ സുരേന്ദ്രൻ ഇവിടെ ജയിക്കത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചേച്ചി? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നെ അധികം ആൾക്കാരില്ല വോട്ട് കൊടുക്കാൻ. കുറച്ച് ആൺപിള്ളേർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും മാറി ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ LDFിന് ഞാൻ വോട്ട് ചെയ്യത്തുള്ളൂ, അത് സത്യം തന്നെ. KC ജയിക്കും. ഷുവറാണോ? 100%. KC ജയിക്കാതെ പിന്നെ ആര് ജയിക്കും? KC ഇവിടുത്തെ ഒരു മെയിൻ ആളാണ്. പുള്ളി ആണല്ലോ ഇത്ര വർഷം ജയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ BJPക്ക് ഒരു വോട്ട് പിടിക്കും. BJPക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്തവണ. ശോഭാ സുരേന്ദ്രൻ വന്നവരോട് ശക്തമായ ത്രികോണ മത്സരമായിട്ടുണ്ടോ? ആയിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ത്രികോണ മത്സരമാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ മോദി ഭരണം ചിലപ്പോൾ ഇനിയും തുടർന്ന് വന്നാൽ ഇവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നതായിരിക്കും ഗുണം എന്നൊക്കെ അവരുടെ ഒരു ടോക്കുണ്ടോ? തീർച്ചയായിട്ടും. അല്ല, അങ്ങനെയല്ലേ, നമുക്കൊരു കേന്ദ്ര ഭരണത്തിൽ ഒരാൾ ഇരിക്കുമ്പം, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളം കൂടെ കിട്ടുവാണെങ്കിൽ വളരെ നേട്ടം കേരളത്തിനുണ്ട്. ഇതുവരെ കേരളത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ ചുരുക്കമാണ്. ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന വളരെ ചുരുക്കിയ വടക്കേ ഇന്ത്യ കിട്ടുന്നതിൻ്റെ 4-1 പോലും നമുക്കിവിടെ കിട്ടുന്നില്ല. പിന്നെ ഇപ്പോൾ കിട്ടുവാണെങ്കിൽ, ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് കേരളത്തിന് വളരെ നേട്ടം ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ പ്രചരണമൊക്കെ ആലപ്പുഴയിൽ എങ്ങനെയാണ് പോകുന്നത്? വളരെ ശക്തമായ രീതിയിൽ പോകുന്നുണ്ട്. പഴയതിനെക്കാട്ടി ഊർജിതമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്? നല്ല ഇതായിട്ട് തന്നെ കാണുന്നത്. ആർക്കാണ് വോട്ട്? സംശയമുണ്ടോ ശോഭാജി? എന്തുകൊണ്ടാണ്? ഈ നാട് രക്ഷപ്പെടാൻ വേണ്ടിയാ. എന്താ ഈ നാട് രക്ഷപ്പെടണം, ഈ മണ്ഡലം രക്ഷപ്പെടണം. അപ്പോൾ ഇതിനു മുമ്പേ ഉള്ള MP ഒന്നും ചെയ്തില്ല എന്നുള്ളതാണോ? അല്ലാതെ ഒന്നും കാര്യം നടക്കുന്നില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? വേറെ ഒരു കാര്യം നടത്തിയിട്ടില്ല. എന്തോ അവരുടെ പ്രവൃത്തിയതായതുകൊണ്ടാ. എന്താ അവരുടെ പ്രവൃത്തി അതായതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ 15 വർഷം 25 വർഷം കഴിഞ്ഞായിരിക്കും പിന്നെ അതേപ്പറ്റി ഒരു കല്ലിടാൻ വേണ്ടത്. കല്ലിട്ട് വെച്ചുമ്പോൾ പിന്നെ ഈ ആളെ കാണിയല്ല. ഇന്ന് അതല്ല, പക്ഷേ BJPയുടെ ആളായതുകൊണ്ട് നല്ലൊരു ധൈര്യമുണ്ട്, ചെയ്യും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. 1ാം പിണറായി സർക്കാർ വന്നു, തുടർച്ചയുണ്ടായി. അപ്പോൾ ഒരു കാര്യവും ചെയ്യാണ്ടാണോ അവർ ഭരണത്തുടർച്ചയിലേക്ക് ചിരി വരികയാണ്? എങ്ങനെ പറയാൻ പറ്റും? പിണറായിയുടെ പേര് പറയാനൊന്നും എല്ലാവർക്കും പാർട്ടിക്കാർക്ക് വരെ നാണക്കേടാണ്. CPMകാർക്ക് എന്താ കാര്യം എന്നറിയോ? അവർ തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചാണ് ഇത്രയൊക്കെ ആക്കിയത്. തൊഴിലാളി വർഗം എന്താണെന്ന് പിണറായിക്ക് ഇപ്പോൾ അറിയില്ല. ഇപ്പോൾ പിണറായിക്ക് അറിയാൻ പാടില്ല തൊഴിലാളി വർഗം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി വാവളിക്കും. ആ കണ്ടീഷൻ പരിഹാസ്യ കഥാപാത്രമായി. അതെ,
അതായത് ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്ന പുള്ളിയുടെ കുടുംബം, ഞാൻ പിന്നെ പുള്ളിയെ കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും അവരവരുടെ മക്കളോട് സ്നേഹമുണ്ട്. അതേപോലെ പുള്ളിക്കും പുള്ളിയുടെ മകളോട് കുറച്ചധികം സ്നേഹം കൂടുതലാണ്. സ്നേഹം കൂടി പുള്ളി മകൾക്ക് വേണ്ടി സമ്പാദിച്ചു. അതല്ലാണ്ട് പൊതുജന നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. പിന്നെ മക്കളോട് സ്നേഹമുള്ള തന്തമാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു അല്പം കടന്ന കൈയാണെന്ന് തോന്നിയിട്ടുണ്ടോ? മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ശോഭാജിയുടെ ഇഷ്ടം തോന്നാൻ എന്താ കാര്യം? ശോഭാജിയുടെ പ്രവർത്തനവും സംഭാഷണവും കൊണ്ടാണ്. ഇപ്പം അവർ ഉത്തരവാദിത്തം ഏറ്റിട്ടില്ലെങ്കിലും പറയുന്ന കാര്യം ചെയ്യും, ചെയ്യാവുന്ന കാര്യം ആർജവമുണ്ട്. അതായത് പറയുന്ന കാര്യം ചെയ്യും, ചെയ്യാവുന്ന കാര്യം പറയൂ എന്നുള്ള ഒരു ഇതുണ്ട്. അതെ, ആ സ്റ്റാൻഡ് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് നമുക്കുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ ശോഭാജി ആരാണെന്ന് അപ്പം തെളിയും. നമസ്കാരം ചേട്ടാ, പേരെന്താ? പേര് രമേശ്. ശരി, ചേട്ടൻ എന്താ തോന്നുന്നേ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടം? തെരഞ്ഞെടുപ്പ് കാലഘട്ടം വെച്ചാൽ പൊതുവെ ഇവിടെ LDFന് പ്രാതിനിധ്യമുള്ള ഒരു നാടാണ്. പ്രത്യേകിച്ച് പെരുമ്പളത്തിന്റെ യാത്രാക്ലേശം പരിഹരിക്കാൻ വേണ്ടി AMRF ഇടപെട്ടിട്ട് ആണ് നമ്മുടെ ഈ പാലമൊക്കെ വന്നത്. അപ്പം അദ്ദേഹത്തിനാണ് കൂടുതലും ചാൻസ്. ബാക്കി രണ്ടുപേരുണ്ട്. ത്രികോണ പോരാട്ടം എന്നാണ് പറയുന്നത്. ത്രികോണ പോരാട്ടമാണ്. എങ്കിലും പെരുമ്പളം ജനതയെ അപേക്ഷിച്ച് പെരുമ്പളത്തിന്റെ ആ ഒരു ഏറ്റവും വിഷമ ഘട്ടത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റുന്ന ഒരാളാണ്. ശരി ചേട്ടാ, നന്ദി. പേരെന്താ ചേട്ടൻ്റെ? സജീവ്. ചേട്ടൻ എന്താ വിചാരിക്കുന്നേ, ആര് ജയിക്കുന്ന? ശോഭാജി ജയിക്കുന്നുള്ളത്. അതെന്തുകൊണ്ടാ? കാര്യം ജനങ്ങൾ ഒരുപാട് മാറി, അതുകൊണ്ടാണ് ഇവരെ ഇരുകൂട്ടരെയും കള്ളക്കളികൾ ജനങ്ങൾക്ക് മനസ്സിലായി. പിണറായി സർക്കാർ എന്തൊക്കെയോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നല്ലേ പറയുന്നത്? എന്ത് ചെയ്തെന്നുള്ളതാണ് ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പോഴും ആൾക്കാർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. ഇത്തവണ പെൻഷൻ കിട്ടിയില്ല എന്നുള്ളത് മാത്രമാണ്. പെൻഷൻ കിട്ടിയിട്ടുള്ളത് മാത്രമല്ല, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സർക്കാരാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അഴിമതി ഇല്ലാത്തൊരു ഭരണമാണ് ഇവിടെ ശോഭാജിക്കെതിരെ നിൽക്കുന്നത് KC വേണുഗോപാലാണ്. തീർച്ചയായിട്ടും ശോഭാജി കഴിഞ്ഞ ദിവസം വളരെ ഗുരുതരമായ ഒരു ആരോപണം KCക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ശോഭാജി എന്താ ആരോപണം വെച്ചാൽ അത് ശരിയായിരിക്കും. കാര്യം വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രമേ ശോഭാജി പറയാം. അതുകൊണ്ട് ശോഭാജി തന്നെ ജയിക്കും. കാര്യം എന്താണ് ഇത്ര നാൾ ആരിഫിന്, അതായത് LDFന് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ വന്നപ്പോൾ ഒരു മനസ്സിലായത്. എന്തുകൊണ്ടാണ് അതിന് വേണ്ട എന്ന് തോന്നുന്നു? ഒരിക്കലുമില്ല. കാര്യം ചെറുപ്പക്കാരടക്കം ഇവിടെ മാറിയിരിക്കുകയാണ്. പിന്നെ ശോഭാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കേരളത്തിൽ ഒരു ധാൻസി റാണിയാണ്. കാര്യം അവർ പിന്നെ പടപുരതി കിട്ടുകൊണ്ടാണ് മുന്നേറുന്നത്. ഈ ഇവിടുത്തെ ഭരണത്തിന് അഴിമതി ഒരിക്കലും ശോഭാജി പിണറായിക്കെതിരെ പറയാൻ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. ഒരിക്കലും കാണിച്ചില്ല. കാര്യം അഴിമതി ഭരണത്തിനും അക്രമ ഭരണത്തിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്ന ഒരാളാണ് കേരളത്തിലെ ശോഭാജി. അപ്പോൾ അതുകൊണ്ട് ശോഭാജി ജയിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ശോഭാജി ജയിക്കും. ശോഭാജിനെ ജയിപ്പിച്ചേ അടങ്ങും. തീർച്ചയായിട്ടും ശോഭാജി ജയിക്കും. തീർച്ചയായും ജയിച്ചാൽ എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷകൾ? ശോഭാജി ജയിച്ചു കഴിഞ്ഞാൽ 100% ഒരു കേന്ദ്രമന്ത്രിയായിരിക്കും. കാര്യം നമുക്ക് കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിനെ സമ്മാനിക്കാൻ ആലപ്പുഴക്കാവുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾ. ശോഭാജി ആലപ്പുഴ ജില്ലയെ ചേർത്ത് നിർത്തുമെന്ന് തന്നെയാണ്. 100% ചേർത്ത് നിർത്തും. അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് ശോഭാജി. ഓക്കെ, നന്ദി ചേട്ടാ. ശരി ചേട്ടാ, എന്താണ് ഇത്തവണ ആലപ്പുഴയുടെ ഒരു എന്താ പറയുക ഹാർട്ട് ബീറ്റ് എന്താണ്? ഹാർട്ട് ബീറ്റ് ശോഭാ സുരേന്ദ്രന് സാധ്യതയുണ്ട്. കാരണം ഇടതും സഖാക്കൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ആരിഫിന് വോട്ട് ചെയ്യില്ല. അതെന്താ? അതെന്താന്ന് ചോദിച്ചാൽ സഖാക്കൾ അത് വിട്ടു പറഞ്ഞില്ല. അതായത് ഇവിടുത്തെ ഒരു ആലപ്പുഴ മണ്ഡലത്തിലെ കാരണം വെച്ചിട്ടാണോ അതോ പിണറായി സർക്കാരിന്റെ? അതല്ല, മൊത്തത്തിൽ എന്തോ ആരിഫിനോട് ഒരു മടുപ്പ് സഖാക്കൾക്ക് തന്നെ തോന്നി തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. പ്രധാന പ്രവർത്തകരൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രാവശ്യം ഞങ്ങൾ ചെയ്യുന്നില്ല. ആരിഫിന് വോട്ട് ചെയ്യില്ല. അവർ മാറ്റി അവർ ശോഭാജിക്കാണ് ഈ പ്രാവശ്യം ചെയ്യാൻ സാധ്യത. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശോഭാജിക്ക് സാധ്യതയുണ്ട്. ചേട്ടാ എന്താ പറയുന്നത്, ആര് ജയിക്കും? ഇവിടുത്തെ നിലപാടനുസരിച്ച് വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ AM ആരിഫാണ്. കാരണം നമുക്കൊരു പാലം തന്നു, അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന സംബന്ധിച്ചോളം അഡ്വക്കേറ്റ് AM ആരിഫ് ജയിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ പിണറായിക്കെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ട്. അതിനെ കണ്ടില്ലെന്ന് വെക്കാൻ എന്തായാലും കഴിയില്ല. പിണറായി സാറിനെ സംബന്ധിച്ചിടത്തോളം ഭരണസമുദായ വിരുദ്ധമുണ്ടെങ്കിലും പക്ഷെ ജനങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ നിറവേറ്റുന്നുണ്ട്, മുന്നിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ
ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം, പക്ഷെ എന്നാലും അല്ല, ഉണ്ടാകുമായിരിക്കാം എന്നുള്ളതല്ല, നമുക്കത് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴെന്തായാലും മുൻപിലുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നല്ലതും ചീത്തയും ഉണ്ടാകാം, പക്ഷേ ജനങ്ങൾക്ക് ഇപ്പോഴും അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇപ്പോഴും അദ്ദേഹം അതൊരു തരം ഭയത്തിന്റെയും കൂടിയല്ലേ? ഭയം എന്ന് പറയാൻ പറ്റില്ല നമുക്കത്. മൈക്കൊടിഞ്ഞു വീണാൽ പോലും കേസെടുക്കുകയാണ് പിണറായി. അപ്പോൾ അതൊരു ഭയത്തിന്റെ പേടി, ഭയത്തിന്റെ ഒരു ചായ്വ് അതിനകത്തില്ല. അദ്ദേഹം വളർന്നു വന്ന ആ ഒരു സാഹചര്യം ജീവിത രീതിയുമായിരിക്കാം. കാരണം രാഷ്ട്രീയം എന്ന അങ്ങനെ ഒരു കാര്യത്തില് മനുഷ്യനാണ് അദ്ദേഹം. ചേട്ടാ, വളർന്നു വന്ന ഒരു സാഹചര്യവും രീതി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ വളർന്നു വന്ന രീതിയിലാണ് എല്ലാവരും പലതരത്തിലായിരിക്കും വളർന്നു വന്നിട്ടുണ്ട്. പക്ഷെ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അങ്ങനെയാണോ വേണ്ടത്? പൊതുജനങ്ങളിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പലർക്കും പല വിഭിന്നതകളുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈവൻ കഴിഞ്ഞ ഇടക്ക് നവകേരള യാത്ര നടക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ സ്കൂളിലാക്കാൻ പോയ അമ്മയെ കറുപ്പ് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ ഒരു സാധാരണ പൗരനോട് ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണോ? അത് രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരിക്കലും അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എങ്കിലും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് നമുക്ക് ജനങ്ങളിൽ ഒരു രോഷമുണ്ടാക്കാൻ പല പാർട്ടിക്കാരും അതിനുവേണ്ടി എതിരെ പല അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് പല നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, LDF ഉണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും വിഭിന്ന ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് ഒരാളെ തള്ളിക്കളയാനും മറ്റുള്ളവർ ചിന്തിക്കും. അതിന് എന്ത് കേസ് ഉണ്ടാക്കാനും എല്ലാവരും തയ്യാറാണ്. കേസല്ല ചേട്ടാ, കേസ് എടുക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ വെറുതെ ഒരു മറ്റു പാർട്ടികൾ പറഞ്ഞ ഒരു വെറുതെ ഒരു വസ്തുതയല്ല, അത് കേസ് എടുക്കുകയാണ് ചെയ്തത്. അതിനെതിരെ മറ്റു പാർട്ടിക്കാർ പറയുന്നതിലേറെ പറഞ്ഞത് ജനങ്ങളാണ്. അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ മാറ്റി പിടിക്കാൻ പറ്റുമോ? ഞാൻ ഇപ്പോൾ വേറൊരു കാര്യം പറയാം. നമ്മൾ ഇപ്പോൾ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിർത്താലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു രാഷ്ട്രീയമുണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചെയ്തിരിക്കും. അതാണ് ജനം. ഇപ്പോഴും എനിക്ക് അതേ ഞാനതല്ല ചോദിച്ചത്. ഈ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ അതിനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു താത്വിക അവലോകനം നടത്തി മാറ്റിമറിക്കുക എന്നുള്ളതല്ലല്ലോ ശരി. നമ്മൾ പ്രവർത്തകരായിരിക്കാം, നമ്മൾ അണികളായിരിക്കാം, നമ്മൾ പൊതുജനവും കൂടിയാണ്. അപ്പോൾ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം വോട്ട് കുത്തുന്ന ആളാണ് ശരിക്കും രാജാവ്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് വിമർശിക്കാനും കൂടി അവകാശമില്ലേ? അത് പറയേണ്ടതല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങൾക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മളത് ഈ ജനകേരള സദസ്സ് നടന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യങ്ങൾ നവകേരള സദസ്സ് നടന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരുപാട് കാര്യങ്ങളിൽ സദസ്സിൽ പകുതിയോളം ഭൂരിഭാഗം പരാതികളും കെട്ടിക്കിടക്കുകയാണെന്നാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പരാതി എൻ്റെ ഒരു ആവശ്യത്തിനോട് ഞാൻ ഇതിന് നവകേരള സദസ്സിന് കൊടുത്തിട്ട് എനിക്കതിന് വേണ്ടി ഒരു അനുകൂലമായൊരു നടപടി വന്നിട്ടുണ്ട്. അത് പിന്നീട് പഞ്ചായത്തിൽ നിന്ന് അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അനുകൂലമായിട്ടാണ് സംഭവിച്ചത്. അപ്പോൾ എനിക്ക് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾ മുമ്പ് സമർപ്പിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ശരി, പേരെന്തേട്ടൻ്റെ? അശോകൻ. ചേട്ടൻ ഇപ്പോൾ ആര് ജയിക്കുന്ന തോന്നുന്നത്? ജയിക്കുന്ന ആരാന്ന്? ആലപ്പുഴയുടെ ശോഭ മോദിയുടെ ഗ്യാരണ്ടി എന്നാ കേൾക്കുന്നത്. ശോഭക്ക് വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണെന്നറിയോ? എന്തുകൊണ്ടാണെന്നറിയോ? കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്താൽ അവർ കാലുമാറും. അപ്പൊ CPM-മാർക്കോ? CPM-മാർ ജയിച്ചാൽ ഇന്ത്യമാരൊന്നും ഭരിക്കില്ല. ഇന്ത്യ ഭരിക്കത്തില്ല. അവരിവിടെ 4 പേരുള്ളവർ അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല. എന്നാൽ ഈ കേരളത്തിന് വേണ്ടി ഒന്നും ഉണ്ടാത്ത കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യണ്ട, BJPക്ക് വോട്ട് ചെയ്താലെന്താ? അവർ ഇന്ത്യമാരൊന്നും ഭരിക്കും. കോൺഗ്രസ്സുകാർ പോയിട്ടും കാര്യമില്ല, അവർ കാലുമാറും. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? അതങ്ങനെയാണ്, അവരെല്ലാരും പോയിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് ആരുമില്ല, എല്ലാരും പോയിക്കൊണ്ടിരിക്കും. നേതാക്കളുണ്ട്. ഇനി നേതാക്കളെന്ന് പറഞ്ഞിരിക്കുന്ന സോണിയാ ഗാന്ധിന്റെ രാഹുൽ ഗാന്ധി അവരവിടെ ഇരിക്കുകയുള്ളൂ. ഇവരിങ്ങനെ വേറെ വിശ്വാസമില്ല. എന്നിട്ട് അവരെ കൂടെ നിൽക്കുന്നവരും മുഴുവനും വരും, വേറെ പോകും, അവർ പോകും, ഉറപ്പാണ്. അപ്പൊ ശോഭാജി തന്നെ ജയിക്കൂടാ? ജയിക്കില്ല, ജയിക്കണ്ട. പക്ഷേ ഒരു ന്യായമായി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. CPM-മാർക്ക് വോട്ട് ചെയ്താൽ അവർ ഇന്ത്യമാരും ഭരിക്കൂ? അവർ 5-6 പേരേ ഉള്ളൂ. അവരടുത്ത് പാർലമെന്റ് അതിന് വേണ്ടിട്ട് ഇന്ത്യ സഖ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യമൊക്കെ ഉണ്ടാക്കിയാലും ശരി, അവിടെ ഒന്നും പിടിക്കാനുള്ള കെൽപ്പ് അവർക്കില്ല, അതിനുള്ള ആളില്ല. ആ സ്ഥലത്ത് അങ്ങനെയല്ല.
എന്ത് ദോഷവും ഗുണവും ഉണ്ടായിക്കോട്ടെ, അവർക്ക് ഇന്ത്യ പിടിക്കാനുള്ള ഒരു കെൽപ്പുണ്ട്. മോദിക്ക് ഒരു നെഞ്ചുറപ്പുണ്ട്. ആ കെൽപ്പിൻ്റെ പുറത്ത് കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്ത് അവരുടെ സ്നേഹക്കുറവ് കൊണ്ടല്ല, അല്ലെങ്കിൽ ഇവരോടുള്ള സ്നേഹം കൊണ്ടുമല്ല. ഇവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ഇവർ കൊടുത്താൽ ഇവർ ഇതാണ് പരിപാടി. കേരളത്തിന് വേണ്ടി ഒരു അക്ഷരം വേണ്ടിയത് കാര്യം കാണാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ് കോൺഗ്രസ്. എന്നാൽ ബി ജെ പിക്കാർ ഭരിക്കട്ടെ, അവർ ഇന്ത്യമാരെങ്കിലും ഭരിക്കട്ടെ. പക്ഷെ കേരളത്തിൽ പിണറായി സർക്കാർ ഒരുപാട് വികസനങ്ങൾ ചെയ്തു എന്ന് പറയുന്നു, ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അത് ചെയ്തുകൊണ്ട് കേരളത്തിലെ കാര്യം തീരുന്നില്ല. അവർ കേരളത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർ ഇനിയും ചെയ്യും. പക്ഷേ ഈ കോൺഗ്രസ്സുകാരോ ബി ജെ പിക്കാരോ പിന്നെ അതിനകത്ത് അനുകൂലം പറയാനില്ല. എന്നാൽ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, അവരെപ്പോഴും പോവാം. എന്നാൽ അതിലിപ്പം ബി ജെ പിക്ക് അവർ ഇന്ത്യ മഹാരാജ്യം ഭരിക്കും. സി പി എമ്മുകാർക്ക് വോട്ട് ചെയ്താൽ അവിടെ ചെന്ന് വീടി മേടിക്കാൻ നിൽക്കും അല്ലേ? അതല്ലേ ഇന്ത്യ മഹാരാജ്യം ഭരിക്കല്ലേ? ഭരിക്കണവർ ഭരിക്കട്ടെ, ആണുങ്ങൾ ഭരിക്കട്ടെ, തങ്കുറപ്പുള്ളവർ ഭരിക്കട്ടെ. അതാണ് എൻ്റെ തീരുമാനം. ശരി ചേട്ടാ, നന്ദി. ചേട്ടാ നമസ്കാരം, പേരെന്താ ചേട്ടാ? ചേട്ടന് ഇപ്പോഴത്തെ ഒരു തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ എന്താണ് തോന്നുന്നത്? ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? ശോഭാ സുരേന്ദ്രൻ ജയിക്കും. അതെന്താ ഒരു ആലോചന പോലും ഇല്ലാണ്ടാ പറയുന്നത്? തീർച്ചയായിട്ടും ആലോചന ഇല്ലാതെ പറഞ്ഞതല്ല, ആലോചനയോട് കൃത്യമായ രീതിയിൽ ആലോചിച്ച് പറഞ്ഞ കാര്യമാണ്, ഉറപ്പിച്ച കാര്യം. കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ ഒരു പകിട്ടും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളുടെ ലോക്സഭാ അംഗങ്ങൾ ജയിച്ചു പോയതിന് ശേഷം ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പെരുമ്പളം ദ്വീപ് അടക്കമുള്ള ഒരു സ്ഥലത്ത് ഒരു കേന്ദ്ര പദ്ധതി പോലും നമുക്ക് നൽകിയിട്ടില്ല. ഒരു കേന്ദ്ര പദ്ധതി പോലും നൽകാത്ത ഈ ഒരു സംവിധാനം മാറ്റിക്കൊണ്ട് ഇത്രയും വലിയ കേരളത്തിലെ ജനപക്ഷ സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീപക്ഷ സമീപനം സ്വീകരിക്കുന്ന ഇത്രയും ഒരു എന്താ പറയുന്നത് രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു സ്ത്രീ സാന്നിധ്യം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായും വിജയപ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. പേരെന്താ? വിജയൻ. ചേട്ടൻ എന്താ തോന്നുന്നേ, ആര് ജയിക്കും? ശോഭാ സുരേന്ദ്രൻ. അതെന്തുകൊണ്ടാ? കാരണം അവരെ പോലെ ഒരു സത്യസന്ധമായ ഒരു സ്ഥാനാർത്ഥി ഇതുവരെ എവിടെ കിട്ടിയിട്ടില്ല. ഇവർ രണ്ടുപേരും ആരിഫാണെങ്കിലും വേണുഗോപാലാണെങ്കിലും ഇവിടെ നിന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു പരീക്ഷണം എന്ന നിലയിലാണോ ശോഭാജിയെ കാണുന്നത്? അല്ല, ശോഭാജി ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും. അപ്പോൾ കേന്ദ്രത്തിന്റെ ഭരണമുണ്ടാവും. അപ്പോൾ കേന്ദ്ര പദ്ധതികൾ ഇഷ്ടം പോലെ. ശോഭാജി പറയുന്ന എനിക്ക് അമിത്ഷാജി ആയിട്ടും മോദിജി ആയിട്ടും നേരിട്ട് സംസാരിക്കാനും ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുമെന്നാണ് ശോഭാജി ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അത് നടപ്പിലാക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. ഈ ആലപ്പുഴയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക്, കേസ് കുറ്റക്കാരായവരിലേക്ക് ശിക്ഷാ നടപടികൾ എത്തിക്കുന്ന രീതിയിലേക്ക് ശോഭാജിക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ശോഭാജി പറഞ്ഞ വാക്കുകൾ പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ വോട്ട് ശോഭാജിക്ക് തന്നെ. തീർച്ചയായിട്ടും. നന്ദി ചേട്ടാ. ശരി ചേട്ടാ, നമസ്കാരം. പേരെന്താ? മധു. എന്താ തോന്നുന്നത്, ആര് ജയിക്കും? ഇപ്പോൾ ഈ 8 വർഷക്കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ഭരണം ദുർഭരണത്തിൻ്റെ ഇത് ജനങ്ങൾ ഇപ്പോൾ ഈ ശോഭാ സുരേന്ദ്രന് ഭംഗിയായിട്ട് നിർവഹിക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ജയിക്കണം എന്നാണോ? അതാണ് ബി ജെ പിയുടെ 10 വർഷത്തെ കേന്ദ്ര ഭരണത്തിന് ജനങ്ങൾക്കാർക്കും ഒന്നും, കാരണം 500ഓളം പദ്ധതികളുണ്ട് കേന്ദ്ര ഗവൺമെൻറ് 10 വർഷക്കാലം കൊണ്ട്. 10 വർഷക്കാലം കൊണ്ടുള്ള ഭരണത്തിൻ്റെ ഗുണം ഇവിടെ ഈ അഴിമതി ഭരണത്തിന് വിരുദ്ധമായ രീതിയിൽ ജനം ഒരു വിധി എഴുതും. അതായത് കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റുകളിൽ ഒന്നും ഇവിടെ നടപ്പാക്കപ്പെട്ടില്ല. ഇല്ല, അവർ എല്ലാം ഇപ്പോൾ പറ്റുപറ്റാലും ഞങ്ങളുടെയാണ് എന്താണെന്ന് പറഞ്ഞുള്ള എതിർത്ത്. അതായത് കേന്ദ്രം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ പേര് മാറ്റി അപ്പോൾ കോൺഗ്രസും CPM ഒരേ സഖ്യ കക്ഷികളാണ്, ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ. അപ്പൊ അതിന് എതിരായിട്ട് ജനം നല്ലൊരു വിധി കിറ്റ് തന്നെയാളാണ് മുഖ്യമന്ത്രി. കിറ്റ് മേടിച്ചു തന്നെ ആൾക്കാർ മൊത്തം ഈ കിറ്റ് സമയമാകുമ്പോൾ മാത്രമേ ആൾക്കാർക്ക് ആ പാർട്ടിയുടെ ആവശ്യം വരുള്ളൂ. കോവിഡ് കാലത്ത് നന്നായി നോക്കിയിരുന്നു, ഭംഗിയായിട്ട് നോക്കിയതല്ലേ. അപ്പൊ അത് ഭംഗിയായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തേക്കണ ധനസഹായങ്ങളും സംസ്ഥാനത്തിന് കൊടുക്കേണ്ടതെല്ലാം ഉണ്ട്. എപ്പോഴും ഇല്ല 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 എന്ന് പറയും. മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല? ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ ആ നയം ജനങ്ങൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിന് മറുപടി ശോഭാ സുരേന്ദ്രന് ഭംഗിയായിട്ട് വോട്ട് കൊടുക്കും. കേന്ദ്രത്തിന്റെ എത്ര സ്ഥാനാർത്ഥിമാർ ഇവിടെ ഉണ്ടോ അവരെല്ലാം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യും. അപ്പൊ ശോഭാജി തന്നെയാണോ ഒരു ദാക്ഷിണ്യം ഉണ്ടാക്കാൻ? ശരിയാണ്. ആര് ജയിക്കും എന്നാണ് തോന്നുന്നത്? അതെന്താ അങ്ങനെ? ഇപ്പോഴത്തെ MP-യുടെ പ്രവർത്തനത്തിൽ തൃപ്തനല്ലേ?
എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇവിടെ എം പി എന്ന് പറഞ്ഞാൽ മിൽക്ക് ഓടക്കുന്നുള്ള അർത്ഥമേ ഉള്ളൂ ഇപ്പോൾ. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ എം പി ഇവിടെ ഒരു നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് പറയണം. ഒന്നും ചെയ്തിട്ടില്ല. ഇവരൊക്കെ ചവിട്ടുകൊറ്റ് താത്തി കളയണം. അപ്പൊ ഇവിടെ KC വേണുഗോപാലായിരിക്കും ജയിക്കുന്നത്. KC വേണുവിന് ഒരു ഇതുണ്ടായിരുന്നു, അത് പോയി. അപ്പൊ ഇവിടെ ആര് ജയിക്കുന്നതൊന്ന്? ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? BJPക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ബേസ് ഇല്ലാത്തതാണ്. എന്തോ ഈ പറയുന്നത്? അത് വർഗീയവാദി എന്നും പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞല്ലേ. അത് മാറി, ആ കാലഘട്ടം മാറി, ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അത് മനസ്സിലായില്ലേ? ഇനി BJP ഇനി ഒരു മാറ്റം ഇവിടെ ഉണ്ടാവണം. ആലപ്പുഴയ്ക്ക് ഒരു ടേൺ പോയിന്റ് ഉണ്ടാവണം. ടേണിംഗ് പോയിന്റ് വരിക ഈ BJP വന്നാലാണ്. അത്രേ ഉള്ളൂ. ശോഭാ സുരേന്ദ്രൻ വന്നാലും വേറെ ആര് വന്നാലും എനിക്ക് വിഷയമില്ല. അത് അപ്പൊ ആലപ്പുഴ ശോഭാ സുരേന്ദ്രനെ സ്വീകരിക്കുന്നു തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ കേരളത്തിലെ പിണറായി ഭരണത്തെ കുറിച്ച് എന്താ പണി നോക്കാൻ പറ. ജനങ്ങളെ പറ്റിച്ച് പിന്നെ ജനങ്ങളുടെ കാശും മേടിച്ച് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒട്ടും തൃപ്തനല്ല താങ്കൾ? ഒട്ടും തൃപ്തനില്ല. അയാൾ വെറും ചവറ. ഇല്ല, അത് തന്നെ. പിന്നെ അവിടെ സെക്രട്ടറിൻ്റെ അവിടെ വെച്ച് കോരാന്നൊക്കെ വിളിച്ച്, കോരാടെ മോനെ എന്നൊക്കെ വിളിച്ച് ഒരു പയ്യൻ പറഞ്ഞില്ലേ? അതിനേക്കാൾ അപ്പുറം എന്ത് പറയാനാ? അയാൾ കേൾക്കാവുന്നതിൻ്റെ പരമാവധി കേട്ടു. ഇത്രയും നാറിയൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായി. അപാരം. എനിക്ക് 65 വയസ്സായി. ഇനി ഭരണത്തിൽ വരേണ്ടത് ആരാണെന്നാണ്? ഭരണത്തിൽ വരേണ്ടത് ആരാണെന്ന് വെച്ചാൽ പിന്നെ രാഷ്ട്രീയ കക്ഷികളല്ല ഞാൻ പറയുന്നത്. നല്ല ഭരണം കാഴ്ചവെക്കുന്നവരാരായാലും. പാർട്ടി അല്ല നമുക്ക് വേണ്ടത്, പാർട്ടി നമുക്ക് ഒരു നല്ല വ്യക്തിയാണ്. കേരളത്തിൽ ഇപ്പോഴും LDF-ന് ഒരു ഹൈപ്പ് ഉണ്ട്, ഒരു മുൻതൂക്കം കൂടുതലാണ്. അതൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പൊ ഇല്ല. പഴയ ഗുണ്ടായിസോ ഇപ്പൊ ഇല്ല. ആർക്കും ഒരു കുഴപ്പമില്ല. ആരുടെയും തലവെട്ടിയെടുക്കൽ കാര്യം പറയണേ. ആർക്കാണ് ഹൈപ്പ് കൂടുതൽ? ഇപ്പോൾ ഞങ്ങളുടെ നോട്ടത്തിൽ ശോഭാ സുരേന്ദ്രനാണ് ഇവിടെ മുന്നിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ത് നല്ല ഉറപ്പായിട്ടും പറയുന്നത്, ഈ രണ്ട് വ്യക്തികളും വെറും അപകടത്തിൽപ്പെട്ടവരാണ്. ഈ പറഞ്ഞ അപ്പോൾ ഇപ്പോഴത്തെ എം പി 19 സീറ്റ് കോൺഗ്രസിനുണ്ടായിരുന്നു. കഴിഞ്ഞ 19 നടന്ന ഇലക്ഷനിൽ 19 സീറ്റ് ഉണ്ടായിരുന്നു കോൺഗ്രസിന്. UDF-ന് ഒരു ആരിഫ് എന്ന് പറയുന്ന ആൾ മാത്രമേ ഈ ആലപ്പുഴ മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ളൂ. അത് ഇനി അവർക്ക് കോൺഗ്രസിന് 19 സീറ്റൊന്നും ഇനി കിട്ടത്തുമില്ല. ആരിഫ് ജയിക്കാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ തൊഴിലാളികളോടും നാട്ടുകാരോടും ചെയ്യുന്ന വഞ്ചന. ക്ഷേമ പെൻഷൻ വരെ മുടക്കിയിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2 മാസത്തെ കൊടുത്ത് 8 മാസമായിട്ട് പെൻഷൻ പോലും കൊടുക്കാൻ വോട്ട് ടൈമായിട്ട് പറയുന്നത് കൊണ്ടാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ യാതൊരുവിധ നിവൃത്തിയില്ലാത്ത ഗതികേടാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ. ഒരുപാടാണ്. ഇപ്പോൾ ബോംബ് തന്നെ ഉണ്ടാക്കി, പാനൂരി ബോംബ് വരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആരെ കൊല്ലാനാണ്? വോട്ട് ചെയ്യുന്നവരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണോ? അപ്പോൾ ഇനി ആര് ജയിക്കും എന്താണെന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല. 3 മുന്നണികൾ മത്സരിക്കുന്നു. അതിൽ തീർത്തും വ്യക്തിപരമായി ശോഭാ സുരേന്ദ്രൻ ജയിക്കും. നരേന്ദ്രമോദി ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വന്നു കഴിഞ്ഞാണ് ജനങ്ങൾ മൊത്തത്തിൽ അറിയുന്നത്. ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ട് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞൊരു പ്രധാനമന്ത്രിയായിട്ടുണ്ടെന്ന് നരേന്ദ്രമോദിയാണ്. പാവപ്പെട്ടവന് വേണ്ടി അങ്ങേറ്റം 28 കോടി ജനങ്ങൾക്ക് 80 കോടി ജനങ്ങൾക്ക് സൗജന്യം കൊടുക്കുന്നുണ്ട്. കൊറോണ വന്നു കിടന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ അരിയും സാധനങ്ങളും കിട്ടി. ഇവിടുത്തെ സർക്കാർ ഒരു കിറ്റും കൊടുത്തേച്ച് ഓടിയിട്ട് കണ്ടിട്ടില്ല കേരള പിണറായി സർക്കാർ. പക്ഷേ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് കറക്റ്റായിട്ട്, കേന്ദ്രത്തിൽ നിന്ന് ഇപ്പം ഗ്യാസ് വരെ വീട്ടിൽ പെണ്ണുങ്ങളിരിക്കുന്ന കുറ്റി നിറക്കണ്ട. ഇനി നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ഗ്യാസ് കുറ്റി വീട്ടിൽ മീറ്റർ കരടെടുക്കും പോലെ മീറ്റർ വരെ ആയി. ജലജീവൻ വന്ന് കൊടുത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, അരി കിട്ടുന്നുണ്ട് സൗജന്യം. BPL കാലം പറഞ്ഞാൽ അവർക്കൊക്കെ സൗജന്യം. ഈ കേരള സർക്കാർ എന്ത് കൊടുക്കുന്നു? വെറും ഭരണം മാത്രമേ ഉള്ളൂ, വെറും വെട്ടിപ്പാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. ക്ഷേമ പെൻഷൻ പോലും 8 മാസമായിട്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്നലെ 2 മാസത്തെ കൊടുത്ത് മിനിഞ്ഞാന്ന് 8 മാസം. ഇനി 5 മാസത്തെ കുടിശ്ശിക കിടക്കുക. ഇപ്പം അവരിപ്പോൾ ഹൈക്കോടതിയിലൊരു റിട്ട് കൊടുത്ത് എന്ന് പറയുന്നതിനെ പറ്റി പറയാതിരിക്കാമല്ലോ. പേപ്പർ വായിക്കുന്നതുകൊണ്ടാണ്. ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്താൽ ക്ഷേമ പെൻഷനും കൊടുക്കാതിരിക്കാൻ യാതൊരു അവകാശവും ഇല്ല. ഇത് അവകാശമായിട്ട് ഉന്നയിക്കാൻ പറ്റിയാലെന്നാണ് സർക്കാർ കോടതിയിൽ വാദിക്കുന്നത്. 60 വയസ്സ് വരെ കയർത്തൊഴിലാളി ക്ഷേമനിധി, പിന്നെ തയ്യൽ തൊഴിലാളി, അങ്ങനെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കിലുള്ള എല്ലാ തൊഴിലാളികളും ക്ഷേമനിധി എടുത്ത് 60 വയസ്സ് വരെ ഇറക്കി കഴിഞ്ഞിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കില്ലെന്ന് പറയാൻ ഈ സർക്കാർ എന്താ അവകാശം? ഒരവകാശവും ഇല്ല. 60 വയസ്സ് വരെ ഒരുത്തൻ്റെ ക്ഷേമനിധിയിൽ ഇറക്കിയവന് പെൻഷൻ കൊടുക്കാൻ അവകാശമില്ലെന്ന് ആർക്കാ പറയാൻ അവകാശം? അവൻ്റെ പൈസ മേടിച്ചിട്ടാണ് പെൻഷൻ കൊടുക്കുന്നത്. അത് ക്ഷേമ പെൻഷൻ അവകാശമില്ലെന്ന് പറയുന്നത് ഈ സർക്കാർ ഹൈക്കോടതി കൊടുക്കുന്നു. 60 വയസ്സ് വരെ ക്ഷേമനിധിയിൽ എന്തിനാണ് ഇവർ ക്ഷേമനിധി പെൻഷൻ മേടിക്കാൻ നടക്കുന്നത്? എന്തിനാണ് ക്ഷേമനിധിയിൽ ഇറക്കുന്നത്? ഞാൻ കയർത്തൊഴിലാളി ക്ഷേമനിധിയിൽ ഇറക്കിയവരാണ് 60 വയസ്സ് വരെ. എനിക്ക് പെൻഷൻ കിട്ടിയാലെന്ന് പറഞ്ഞു. ഇപ്പം തന്ന് 2 മാസം 3 മാസം ആദ്യം ഒരു ഗഡു വന്നു, പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന മുമ്പ് ഇപ്പോൾ 2 ഗഡു കൂടി തരുമെന്ന് പറഞ്ഞ്
3200 രൂപ തന്നു. ഇപ്പോൾ സൗജന്യ റേഷൻ ആണെങ്കിൽ എത്രയോ ആളുകൾ മേടിച്ചിരുന്നു, ആരും വോട്ട് ചെയ്യത്തില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യയിൽ വന്നത് കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട് കിടക്കുന്നു. കൊറോണ സംബന്ധം വന്നപ്പോഴും ആ മരുന്നും മറ്റ് മരുന്നൊക്കെ അരി ഒരു റേഷൻ കടയിൽ ചെന്നാൽ ഒരു സ്ത്രീ എന്തുമാത്രം അരിയാണ് ചുമന്ന് കൊണ്ടുപോകുന്നത്. മോഡിയെപ്പറ്റി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി, ലോകരാഷ്ട്രങ്ങൾ പറയുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി തന്നെ. അദ്ദേഹത്തിന് ഇനിയും ഭരണം കിട്ടും, ജയിക്കും വൻ ഭൂരിപക്ഷത്തിൽ. ഉറപ്പായിട്ടും. അതിന്റെ കാരണം ഏറ്റവും നല്ല വികസനം ചേർത്തലയ്ക്ക് വേണ്ടി, ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയും ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ BJPക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്നാണ്. കാണാൻ സാധ്യതയില്ല. അതെന്താണ് അങ്ങനെ? ഇവിടെ സാധ്യതയില്ല, ഇതുവരെ കണ്ടുവന്നിട്ടില്ല. ഇതുവരെ ഒരു പ്രവർത്തനം പോലും അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്നാലും പറയുന്നത് BJPക്ക് സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ്. ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് താല്പര്യം തോന്നണില്ല, അത് കാണുന്നുമില്ല. അങ്ങനെ തോന്നുന്നില്ല കിട്ടുമെന്ന്. ഇല്ല, ഉറപ്പാണ്. ചെന്നൈക്കാരനാണ്, കുഴപ്പമില്ല. I will prefer BJP, but Congress will win. In Kerala, BJP does not have much vote. Why do you think that? That is the procedure which has been happening for years, either communist or Congress, because there is anti-incumbency against communist. You are in Kerala since? For the past 62 years. I am 62 now. So you should know Malayalam. മലയാളം നന്നായിട്ട് അറിയാം. അത് മലയാളത്തിൽ വേണം പറയാൻ. മലയാളം ചാനലല്ലേ. ശരി, അതറിയത്തില്ല, നിങ്ങൾ പറഞ്ഞില്ല. ഓക്കെ, ഇത് കാണാമല്ലോ. പറഞ്ഞോളൂ. അപ്പൊ ഇവിടെ കോൺഗ്രസ് തന്നെ വരുമെന്ന് ഉറപ്പാണ് ചേട്ടന്. അതെന്തുകൊണ്ട് അങ്ങനെ? അവരാണ് ഇപ്പോ ഭരിക്കുന്നത് ആരിഫല്ല. അല്ല, ആലപ്പുഴ മാത്രമേ അങ്ങേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചിട്ടുള്ളൂ. ബാക്കി 19 സീറ്റും കോൺഗ്രസ് ആണ് ജയിച്ചിട്ടുള്ളത്. ആരിഫിനെ മാത്രമല്ല നോക്കുന്നത്, എൻറ്റയർ പാർട്ടിയാണ് നോക്കുന്നത്. അപ്പോൾ ഒരാള് അതിൽ നിന്ന് ബിലോങ് ചെയ്യുകയാണെങ്കിൽ പാർട്ടിയാണ്, പാർട്ടിയുടെ സപ്പോർട്ടാണ് നോക്കുന്നത്. എന്നാലും ഇപ്പൊ MP ആയിട്ട് ഇരിക്കുന്നത് ആരിഫല്ലേ. ഇവിടെ അങ്ങേര് ചെയ്തു കാണും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ വികസനങ്ങൾ വന്നിട്ടുണ്ട്? MP അങ്ങേരെക്കാരനാണോ വന്നെന്ന് ചോദിക്കണം. അദ്ദേഹത്തിന്റെ ആണോ വന്നേന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ കേരള സർക്കാരിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? പിണറായി ഭരണമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതാ പറഞ്ഞത്, പിണറായിയെ കുറിച്ച് അലിഗേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഒന്നും പ്രൂവ് ആയിട്ടില്ല. പക്ഷെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. ഞാൻ ചെന്നൈ സെറ്റിലാണ്. സത്യമാണെന്ന് തോന്നുന്നില്ല, പക്ഷേ അങ്ങേരൊന്നും ഇല്ലെന്ന് പറയുന്നുമില്ല. അതാണ് അതിൻ്റെ ഇത്. അതന്നെ. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് ആലോചിക്കൂ, നിങ്ങളും ആലോചിക്കൂ. അപ്പോൾ ഈ ഡൽഹിയിലൊക്കെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, അത് കോടതി വരെ പറഞ്ഞല്ലോ. കോടതി വരെ എടുക്കുമ്പോഴാണ് അറസ്റ്റ്. അതെപ്പോഴെങ്കിലും പിണറായി വിജയന്റെ കോടതി വരെ ന്യായീകരിച്ചിരിക്കില്ല. 2020 മുതലാണ്. ഞാൻ ഈ വണ്ടിക്ക് പോവാണ്. ബൈ ബൈ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആലപ്പുഴയിൽ ആർക്കാണ് സാധ്യത ജയിക്കാനുള്ളത്? അത് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാം പൊതുജനത്തിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ആർക്കായിരിക്കും കൂടുതൽ, ആർക്കാണ് ഇപ്പൊ കൂടുതൽ ഹൈപ്പ് ഉള്ളത്? ഇവർ രണ്ടുപേരും ഒരേ പക്ഷക്കാരാ, ഒരേ ബലക്കാരാ. രണ്ടുപേരെന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ഇപ്പം ഒരു മറ്റേ ശോഭനല്ല ഉദ്ദേശിക്കുന്നത്, ആരിഫിനെ നമ്മൾ കേസിനെ ആണ് പറയുന്നത്. അവർ രണ്ടുപേരും ഒരേ കൈക്കാരാണ്. അപ്പോൾ BJP ശോഭാ സുരേന്ദ്രനാണ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? കിട്ടുമായിരിക്കാം, നമുക്ക് പ്രതീക്ഷ എന്താണെന്നൊക്കെ പറയാൻ പറ്റുന്നില്ല. കേരളത്തിൽ കിട്ടുമോ എവിടെയും? താമര വിരിയോ തോന്നുന്നുണ്ടോ? ഇപ്പൊ ചൂടല്ല, ചിലപ്പോൾ ചുരുങ്ങാനാ സാധ്യതയില്ല. ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ, നമ്മളില്ല. അതെന്താ അങ്ങനെ? എന്നാലും ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ MP-യെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റിയ MP ആണോ? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല MP ആണ് തോന്നുന്നുണ്ട്. താങ്കൾക്ക് ഇഷ്ടമായി അദ്ദേഹത്തിന്? ഞങ്ങളെല്ലാം അരൂരുകാരല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് അതേപോലെ പറയാൻ പറ്റുള്ളൂ. അത് ശരി. അപ്പൊ അങ്ങനെ മനസ്സോടെ അല്ല പറയുന്നതാണോ? ആരിഫ് ഞങ്ങൾക്ക് കുറച്ച് നാൾ കൊണ്ട് ഇവിടെ നിൽക്കുന്ന ആളല്ലേ, നമ്മൾ ആർക്ക് വോട്ട് ചെയ്താലും പിന്നെയും ആരിഫ് തന്നെ ആയിരിക്കും MP എന്ന് തോന്നുന്നുണ്ടോ? ആരിഫ് തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷ. അത്രയേ ഉള്ളൂ.